UDFിന്റെ മതപ്രീണ രാഷ്ട്രീയം കേരളത്തിൽ വിജയിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP യുടെ കാലൂന്നതാണോ കലുങ്ങുന്നതിന് കാരണമല്ലേ? ആകാശ് പ്രഭു, നിന്റെ എല്ലാ ചോദ്യങ്ങളിലും ഒരു സ്പെല്ലിങ് വിഷയമുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. താങ്കളുടെ വിശദമായ അഭിപ്രായം. BJP കാലൂന്നതിന് സഹാരമായിരിക്കും പ്രീണന രാഷ്ട്രീയം. എന്താണ് ഇതിനകത്ത് സംശയം? ഇത് പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് വല്ലതുമാണ്. നിങ്ങൾ അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കമ്മ്യൂണൽ രാഷ്ട്രീയമാണ്. ഒരിടത്ത് കമ്മ്യൂണൽ രാഷ്ട്രീയം വരുമ്പോൾ മറുവശം കമ്മ്യൂണൽ രാഷ്ട്രീയം. ഇപ്പോൾ ബംഗാളിൽ ഫോർ എക്സാമ്പിൾ എന്താണ് ബംഗാളിൽ ഈ അവസ്ഥ വരാൻ കാരണം? കമ്മ്യൂണൽ പൊളിറ്റിക്സ് ആണ്. അപ്പം ഒരു ടീം കമ്മ്യൂണൽ പൊളിറ്റിക്സ് നടത്തിയിട്ട് വേറെ ടീമിനെ കമ്മ്യൂണൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഉണ്ടാവും. ഒരാൾ കമ്മ്യൂണലി കൺസോൾട്ടേറ്റ് ചെയ്താൽ മതിയല്ലോ, സ്വാഭാവികമായിട്ടും മറുവശം കൺസോൾട്ടേറ്റ് ആവും. അതിപ്പം മതങ്ങൾ തമ്മിലാവണമെന്നില്ല, ജാതികൾ തമ്മിലായിക്കോട്ടെ, പോട്ടെ, നിറങ്ങളായിക്കോട്ടെ. ഒരു കൂട്ടത്തെ 2 ഗ്രൂപ്പായിട്ടോ 3 ഗ്രൂപ്പായിട്ടോ വിഭജിക്കാനായിട്ട് കൺസോൾട്ടേഷൻ മതി. അതിനിപ്പോൾ ഉന്നയിക്കുന്ന മതം ആയിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, നിറം ആയിക്കോട്ടെ, ഭാഷ ആയിക്കോട്ടെ. ഭാഷാപരമായിട്ട് ആളുകളെ കൺസോൾട്ടേറ്റ് ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചതച്ചും കൊന്നും കൊല വിളിച്ചൊക്കെ ചെയ്തൂടെ? ഇപ്പോൾ ശിവസേന മുംബൈയിൽ എന്താ ചെയ്തത്? ദക്ഷിണേന്ത്യക്കാർ, മദ്രാസികൾ, കാല പോസിബിളാണ്. അവരങ്ങനെ പറഞ്ഞാൽ മതി, മറ്റുള്ളവർക്ക് വരും, അവസാനം സംഘർഷമാവും. അതിന് മതത്തിൻ്റെ മാത്രമായിട്ട് കുഴപ്പമായിട്ട് ഞാൻ പറയല്ല. കൺസോൾട്ടേഷൻ, നിങ്ങളൊരു ടീമിനെ അപ്പീസ് ചെയ്യുമ്പോൾ മറ്റേ ടീമുകൾക്ക്, നിങ്ങൾ 2 കുട്ടികൾ ഒരു അമ്മയ്ക്കുണ്ടെങ്കിൽ തന്നെ ഒരു കുട്ടിയോട് നിങ്ങൾ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ മറ്റേ കുട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന എന്താണ്? മിക്കവാറും പ്രശ്നമായിരിക്കും. അതേ ഉള്ളൂ. ലൈവ് തുടങ്ങുമ്പോൾ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനിക്കുമ്പോൾ തമിഴിൽ നന്ദി നമസ്കാരം എന്ന് പറയും. നല്ല രസമുണ്ട്. പക്ഷെ എന്തിനാണ് താങ്കളെ ഒരു സംഘി നമസ്കാരം എന്ന് പറഞ്ഞല്ലോ. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ വന്നിരിക്കുന്നവർക്ക് നമസ്കാരം പറയുന്നു. അതിപ്പോൾ ഭാഷാപരമായിട്ട് അങ്ങനെ ഒരു വാക്കുണ്ട്. ബാക്കിയുള്ളത് ഐ ഡോണ്ട് കെയർ. ഓക്കെ,